നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകവേ ഏറ്റവും പുതിയ വാർത്ത പുറത്തെത്തിയിരിക്കുകയാണ്. അതായത് ബ്രിട്ടന്റെ സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഡീഗോർ ഗർസിയയിലെ ഇറാൻ 2 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US സൈനിക താവളത്തിൽ പതിച്ചിട്ടില്ല എന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തെത്തിയത്. മിസൈലുകൾ ഒന്ന് പരാജയപ്പെട്ടുവെന്നും എന്നാൽ രണ്ടാമത്തെ ശ്രമം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നറിയില്ല എന്നുമാണ്. മിസൈലുകൾ എപ്പോൾ തൊടുത്തുവിട്ടു എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തോട് വൈറ്റ് ഹൌസും വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് എംബസിയും യുകെയുടെ പ്രതിരോധ മന്ത്രാലയവും പ്രതികരിച്ചിട്ടില്ല. ഇറാനിൽ നിന്നും ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോർ ഗാർസിയ ഇറാൻ ലക്ഷ്യം വെച്ചത്. ടെഹ്റാന് മുമ്പ് അംഗീകരിച്ചതിനേക്കാൾ വലിയ ദൂരപരിധിയാണ് അവരുടെ മിസൈലുകൾക്കുള്ളത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇക്കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. ഇറാൻ തങ്ങളുടെ മിസൈലുകളുടെ ദൂരപരിധി 2000 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും ഇത് ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതാണ് പുതിയ ആക്രമണം. ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതിൽ രൂക്ഷ വിമർശനമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ബ്രിട്ടീഷ് പൗരന്മാരിൽ ഏറിയ പങ്കും ഇസ്രായേൽ അമേരിക്കയുടെ യുദ്ധ താൽപര്യങ്ങൾ പങ്കുചേരാൻ താൽപര്യപ്പെടാത്തവയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവഗണിക്കുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ചെയ്തിരിക്കുന്നത്. സ്വന്തം പ്രതിരോധത്തിനായുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ ഇറാന് അവകാശമുണ്ട് എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി വിശദമാക്കിയത്. അതേസമയം ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകിയത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയത്. ഇതൊരു വൈകിയ പ്രതികരണമാണ് എന്ന നിരാശ മറച്ചുവെക്കാതെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം എത്തിയത്. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമാണെന്നും കാരണം നമ്മുടെ ബന്ധം അത്രത്തോളം മികച്ചതാണ് എന്നും എന്നാൽ ഇതുപോലെ മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്ന ബ്രിട്ടൻ വ്യക്തമാക്കിയത്. എന്നാൽ ആ ദ്വീപ് ഉപയോഗിക്കാൻ ബ്രിട്ടൻ അമേരിക്കയെ അനുവദിച്ചില്ല എന്നും കുറച്ചുകൂടി വേഗത്തിൽ ബ്രിട്ടൻ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ട്രംപ് ബ്രിട്ടന്റെ നടപടിയെ വിലയിരുത്തുന്നത് ഇപ്രകാരമായിരുന്നു. രാത്രിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയും ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. ദുബായിൽ ഡ്രോണുകൾ തകർത്തെറിഞ്ഞു. സൗദിയിലും കുവൈറ്റിലും വിവിധ മേഖലകൾ ആക്രമണം തടഞ്ഞു. ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് അത്ര നല്ല വർഷമാകില്ല എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. എന്തായാലും പുതിയ പ്രസ്താവനയിലാണ് മുസ്തഫ ഖമേനി നിലപാട് വ്യക്തമാക്കിയതും. തുർക്കിയിലും ഒമാനിലേക്കും ആക്രമണം നടത്തിയത് ഇറാൻ അല്ലെന്നും ഇവ ഇസ്രയേൽ നടത്തിയ ആൾമാറാട്ട ആക്രമണമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. തലമുതിർന്ന നേതൃത്വത്തെ വധിച്ചാൽ ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന ശത്രുക്കളുടെ മോഹം തകർന്നുപോയി എന്നും മുസ്തഫ ഖമേനി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ സമാധാനത്തിന് മുൻകൈയെടുക്കാമെന്ന പുതിയ വാഗ്ദാനവും ശ്രദ്ധേയമാണ്. യുദ്ധം തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന അമേരിക്കയുടെ അവകാശവാദത്തെ ഇറാൻ പരിഹസിച്ചു തള്ളുകയാണ്. അമേരിക്ക അവകാശപ്പെട്ടതല്ല സംഭവിക്കുന്നത് എന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതും. ഇറാന്റെ വ്യോമ പ്രതിരോധം തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെട്ട ശേഷമാണ് F-35 വിമാനം ഇറാൻ തകർത്തെറിഞ്ഞതും. ഇറാന്റെ നാവികസേന തകർന്ന് എന്ന് അവകാശപ്പെട്ട ശേഷമാണ് USS ജെറാർഡ് ഫോർഡിന് പിന്തിരേണ്ടി വന്നത് എന്നും എബ്രഹാം ലിങ്കന് ദൂരത്തേക്ക് മാറേണ്ടി വന്നതെന്നും ഇറാൻ പരിഹസിക്കുന്നുണ്ട്.